നമസ്കാരം. ഭൂമിയുടെ ആധാരം കൈവശത്തിൽ ഉണ്ടായിരിക്കുകയും എല്ലാ വർഷവും ഭൂനികുതി അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നും പേടിക്കാനില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ കൈവശമിരിക്കുന്ന ഭൂമിയിൽ പല പ്രശ്നങ്ങളും കാണും. ഓരോന്നായി പറയാം. ആദ്യം കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ കുമരകം വില്ലേജ്, ചെങ്ങളം സൗത്ത് വില്ലേജ് തുടങ്ങിയ വില്ലേജുകളിലെ നിരവധിയായ വസ്തു ഉടമകളുടെ കാര്യം പറയാം. ഉദാഹരണമായി അബ്ദുൾ ഖാദർ എന്നയാൾക്ക് 2 ഏക്കർ കൃഷിഭൂമിയുണ്ട്. പരമ്പരാഗതമായി കിട്ടിയ ഭൂമിയാണ്. അദ്ദേഹം മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി വസ്തു വിൽക്കാൻ തീരുമാനിച്ചു. കച്ചവടം ഉറപ്പിക്കുകയും ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഭൂമിയുടെ ന്യായവില വളരെ കൂടുതലാണ്. വാങ്ങുന്ന ആൾക്ക് വസ്തുവിന്റെ വിലയേക്കാൾ കൂടുതൽ തുക ഫെയർ വാല്യൂ അടയ്ക്കണം. ഫെയർ വാല്യൂ കുറയ്ക്കുന്നതിന് ആർഡിഒയ്ക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ വില്ലേജുകളുടെ പേരുകൾ സാങ്കല്പികമായി പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ ഉള്ളതാണ്. മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ പലയിടത്തും ഫെയർ വാല്യൂവിന്റെ പ്രശ്നം ഉള്ളതാണ്. കേരളമെമ്പാടും താമസിക്കുന്ന നിരവധി ആളുകൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഭൂമിയുടെ ക്ലാസിഫിക്കേഷൻ. കഴിഞ്ഞ 80 വർഷത്തിലധികമായി തലമുറകളായി കൈവശമുള്ള ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പെർമിറ്റിന് അപേക്ഷ കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഈ വസ്തു റവന്യൂ റെക്കോർഡ് പ്രകാരം നിലമാണ് എന്നുള്ളത്. ഒന്നോർക്കണേ, അതായത് കേരളം രൂപം കൊള്ളുന്നതിന് മുൻപ് ഈ കെട്ടിടം ആ ഭൂമിയിൽ ഉണ്ട്. ഇനി ഈ വസ്തു പുരയിടമാക്കി കിട്ടണമെങ്കിൽ മാസങ്ങൾ കാലതാമസമെടുക്കും. ഇനി 2017 ശേഷം വാങ്ങിയ ഭൂമിയാണ് എങ്കിൽ അത് 25 സെന്റിന് മേൽ വിസ്തീർണമുണ്ടെങ്കിൽ വലിയ തുക ഫീസായി അടയ്ക്കേണ്ടിയും വരുന്നതാണ്. അതിനെപ്പറ്റിയുള്ള പല വീഡിയോകളും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപേക്ഷ നൽകേണ്ടത് ആർഡിഒയ്ക്ക് ഓൺലൈനായിട്ടാണ്. ഇനി അടുത്തത് റോഡിന് വീതി കൂട്ടുന്നതിന് വേണ്ടി ഭൂമി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ലഭിക്കേണ്ട ന്യായമായ നഷ്ടപരിഹാരത്തെ പറ്റിയാണ്. പിന്നെ സർവേ സംബന്ധമായ കാര്യങ്ങളുണ്ട്. വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നതിനാൽ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഒരു ലൈക്ക് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണുന്നത് വരേക്കും ബൈ.